10 വർഷത്തിലധികമായി കോൺഗ്രസിനെ നയിക്കുകയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വിജയം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റൊരു കുടുംബ പാരമ്പര്യവുമായി വിജയിച്ചു നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയിലേക്കാണോ കോൺഗ്രസിന്റെ അടുത്ത നീക്കം? സോണിയാഗാന്ധിയുടെ കുടുംബം ജൻപത് 10-ൽ ഒരു കുടുംബകലഹത്തിന് തുടക്കമായി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വരുന്ന പ്രസ്താവനകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നു. ഇമ്രാൻ മസൂദ് എന്ന് പറയുന്ന MP ഇന്നലെ അല്ല മിനിയാന്ന്, ശരി പറഞ്ഞാൽ മിനിയാന്നാണ്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് മീഡിയയുടെ ANI-യോട്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ അതിക്രമങ്ങളുണ്ട്, അതിനെ എതിർത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഒരു X-ൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: ലിഞ്ചിങ് ഓഫ് ദീപു ചന്ദ്രദാസ്, എ blasphemy accused Hindu man in Bangladesh, and urged the government to take note of the disturbing incidents as well as the rising violence against Hindu, Christian and Buddhist minorities in the neighboring country and firmly raise the issue of the safety. ഇതായിരുന്നു പിന്നെ അവരുടെ പോസ്റ്റ്. എന്നാൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മിണ്ടിയില്ല. അദ്ദേഹം ഇന്നലെയും ജർമ്മനിയിൽ പോയി, ഇവിടെ ഇന്ത്യക്കാരെല്ലാം തമ്മിൽ തല്ലി ചത്തോളും, കാര്യം വൃത്തിയില്ലാത്ത കൂട്ടങ്ങളാണ്, ഇവിടെ വോട്ട് ചോരിയാണ്. ഇന്നലെയും അദ്ദേഹം രാജ്യത്തിനെതിരെ വൻ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതെന്ത് വ്യവസായമില്ല, ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ കൂപ്പുകുത്തും, പിന്നെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെമോക്രസി സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലുള്ള വാദം ഇന്നലെയും അദ്ദേഹം പിന്നെ ജർമ്മനി ബെർലിനിൽ പറഞ്ഞിരുന്നു. ആ സ്ഥലത്താണ് പ്രിയങ്ക ഗാന്ധി രാഹുലിന് നേരെ വിരുദ്ധമായി ബംഗ്ലാദേശിലെ ഹിന്ദു പിന്നെ ലിഞ്ചിങ്ങിനെതിരെ, ഈ ആൾക്കൂട്ട കൊലയ്ക്കെതിരെ എന്ത് ചെയ്യുന്നത്, അവരൊരു പോസ്റ്റ് ഇന്നലെ ഷെയർ ചെയ്തു. മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ ചിത്രകാരി ചെയ്യുന്ന ഒരു ബാഗും തൂക്കിയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമാണ്, പണ്ട് പാലസ്തീൻ ബാഗ് തൂക്കിയതുപോലെ. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ ആസൂത്രിതമായി, അല്ലെങ്കിൽ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിക്ക് ഒരു സ്തുതിപാഠക സംഘം ഉള്ളത്, അതേമാതിരി പ്രിയങ്ക ഗാന്ധിയുടെ സ്തുതിപാഠക സംഘം ഇപ്പോൾ സജീവമായി രംഗത്ത് വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഇമ്രാൻ മസൂദിൻ്റെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെയാണ്. നമ്മളിവിടെ പണ്ട് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ മുടി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ പോലെയാണ്. ഇന്ദിരാഗാന്ധിയെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നവർ മാത്രമല്ല, 1971-ൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി കൊടുത്ത നേതാവാണ് ഇന്ദിരാഗാന്ധി. അവർ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിട്ടു. അത് എന്തുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ദിരാഗാന്ധി ചെയ്തത്. അതുപോലെ ആണ് നമ്മുടെ പ്രിയങ്ക മാഡം. അവരുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ ഇനി അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ, അവിടുത്തെ മൈനോറിറ്റി രക്ഷിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്രാൻ മസൂദ് നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെ പിന്നെ ഇവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര രംഗത്ത് വന്നു. PTIയോട് പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവിൽ ആവശ്യപ്പെടുന്നതാണ് പ്രിയങ്ക ഗാന്ധി നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ അത് കോൺഗ്രസ് അംഗീകരിക്കണം. മാത്രമല്ല, എനിക്കും താല്പര്യമുണ്ട്, എന്നോടും ആളുകൾ നിർബന്ധിക്കുന്നുണ്ട്, ആര്, വാദ്രയോട് നിങ്ങൾ മത്സരിക്കണം എന്ന് പിന്നെ വാദ്രയോട് നിർബന്ധിക്കുന്നുണ്ട് അത്രേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, അവർക്ക് കഴിവുണ്ട്, ജനങ്ങൾ അവരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിന്നെ പ്രിയങ്ക ഗാന്ധിയെ അടുത്ത PM കാൻഡിഡേറ്റ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കണം എന്ന് റോബർട്ട് വാദ്രയും ഇന്നലെ പരസ്യമായി പിന്നെ പ്രസ്താവനയെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഒരു നേതാവിനെ ഇപ്പോൾ BJPയുമായി നാം പരിശോധിച്ചാൽ ഇതറിയാം, 2 തവണ മാത്രമാണ് അദ്വാനിക്ക് ഒരു അവസരം നൽകിയത്. അതിനുശേഷം അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ്. അത് ഏത് പാർട്ടി എടുത്താലും ഒരു അവസരം നൽകും, ആ സമയങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ഒഴിവാക്കും. പക്ഷെ ഇദ്ദേഹം തുടർ പരാജയങ്ങളാണ് 2014, 19, 24. എന്നിട്ടും എന്തിനായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഇന്നലെ BJP പറഞ്ഞ മറുപടി. അത് തന്നെയാണ് കാരണം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾക്ക് നേരത്തെ തന്നെ എന്തില്ല, വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നേരത്തെ ശ്രീ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് തോറ്റുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇയാളുടെ മേലൊരു വിശ്വാസമില്ല, ഇയാൾക്ക് രാജ്യസ്നേഹമില്ല, ഇയാളുടെ ചോറങ്ങും കൂറങ്ങും എന്നുള്ളൊരു പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് എന്ന് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോൽക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി എന്നാണ് BJP ആരോപിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായി, സ്വന്തം സഹോദരിക്കും മനസ്സിലായി, അളിയനും മനസ്സിലായി, റോബർട്ട് വാദ്ര അളിയനും മനസ്സിലായി. ഈ പറഞ്ഞതിൽ എന്താണ്, ഇയാളെ കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇയാളൊരു കഴിവുകെട്ടവനാണ് എന്ന് പാർട്ടിയും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ബലത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്താം എന്ന് ഇവർ പറയുന്നത്. മാത്രമല്ല,
അല്ല, അത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മൗനാനുവാദം അതിൽ കാണുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. മൗനാനുവാദം മാത്രമല്ല, കൃത്യമായ ആസൂത്രണം പ്രിയങ്ക ഗാന്ധി നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ കണ്ടിട്ടില്ല, എപ്പോഴും ഈ KC വേണുഗോപാലടക്കം കുറേ എണ്ണം സ്ഥിരമായിട്ട് ചുറ്റിലുണ്ടാവും. ഇവരാണ് ഈ സ്തുതിപാഠകരെന്ന് പറയുന്നത്. ഇവരുടെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹം പോകുന്നത്. ഇതേമാതിരി ഒരു സ്തുതിപാഠക സംഘം പിന്നെ പ്രിയങ്ക ഗാന്ധിയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അവരുടെ ഉപദേശം അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നത് പുറത്തെടുത്ത് ഇത് ചർച്ചയാവണം. ഇത് നാട്ടിലും പാർട്ടിയിലും ചർച്ചയാവണം. ചർച്ചയാവുന്ന സമയത്ത് മാത്രമേ പ്രിയങ്ക ഗാന്ധി രംഗപ്രവേശം ചെയ്യുകയുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മളൊരു സംഭവം ഓർക്കേണ്ടത്, കഴിഞ്ഞ മാസം ഒഡീഷയിലെ മുൻ കോൺഗ്രസ് MLA മുഹമ്മദ് മോഖിം എന്ന് പറയുന്ന വ്യക്തി സോണിയാഗാന്ധിക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, പിന്നെ ഈ ഖഡ്ഗെ മല്ലികാർജുൻകാർക്ക് ഇയാളെ കൊണ്ട് കഴിവൊന്നുമില്ല, അയാളുടെ പ്രായം പക്വതൊക്കെ പുള്ളിയെ പറഞ്ഞു വിട്ടിട്ട് പ്രിയങ്ക ഗാന്ധിയെ AICCയുടെ പ്രസിഡന്റ് ആക്കണം. അവരൊരു കരിസ്മാറ്റിക് ലീഡറാണ്, ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഒരു മുഖമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് AICC പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് സോണിയാഗാന്ധിക്ക് എഴുതി. ഈ കത്ത് കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മോഖിമിനെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. എന്തിനാ സസ്പെൻഡ് ചെയ്തത്? ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ള പേരിലാണ്. എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഇദ്ദേഹം നടത്തിയത്? ഖാർഗെ മാറ്റിയിട്ട് ഇവരെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാണ് ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം കണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലും ആസൂത്രണമാണ്. മുഹമ്മദ് മോഖിമിനെ കൊണ്ട് കത്ത് വെച്ചത് പോലും ഒരു ആസൂത്രണം. അതായത് പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള സമ്മർദ്ദം സോണിയയുടെ മേലേക്ക് എന്ത് ചെയ്യാണ് ഇവരുണ്ടാക്കുകയാണ്. ആ സമ്മർദ്ദത്തിൽ അധികകാലം സോണിയാഗാന്ധിക്ക് അതിജീവിക്കാൻ കഴിയില്ല. മാത്രമല്ല സോണിയാഗാന്ധി ഒരുപക്ഷെ കരുതുന്നില്ല ഈ പൊട്ടനെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരുപക്ഷെ അവർക്കും തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവരിന് മൗനമാനത കൊടുക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ്, നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ഈ കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ലോക്സഭാ സ്പീക്കർ ഒരു ചായ സൽക്കാരം നടത്തിയിരുന്നു. ആ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു. പ്രൈം മിനിസ്റ്ററോടും മറ്റ് മന്ത്രിമാരും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുന്ന ചിത്രങ്ങളൊക്കെ വെളിയിൽ വന്നു. ബ്രിട്ടാസ് ഇത് പിടിച്ചില്ല. ബ്രിട്ടാസ് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ ഇന്ത്യ സഖ്യം മൊത്തം നമ്മളിങ്ങനെ പറഞ്ഞതുപോലെ ബിരുദനിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ വിളിച്ച ചായ പരിപാടിയിൽ പോയത് വളരെ മോശമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അയാൾ എന്തിനാണ് ഈ സമയത്ത് വിദേശത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട് എതിർപ്പ് പറഞ്ഞു. നമ്മുടെ നാഷണൽ കോൺഫറൻസിൻ്റെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. അദ്ദേഹം വിമർശിച്ചത് എന്താ? ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് നിങ്ങളുടെ അജണ്ടയാണ്, നമ്മളതിൽ പെടുത്തേണ്ട കാര്യമില്ല. NCPയുടെ നേതാവ് സുപ്രിയ സുളെ പാർലമെൻറ്റിൽ ഓപ്പണായിട്ട് സംഭവം പറഞ്ഞു, ഞങ്ങൾക്ക് വോട്ട് ചോരി നമുക്ക് താല്പര്യമൊന്നുമില്ല, ഈ മെഷീനിൽ വോട്ട് വാങ്ങിയാണ് ഞാനും പലതവണ ഇവിടെ ജയിച്ചു വരുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണി ഇയാളുടെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന അജണ്ടയെ തള്ളിക്കളഞ്ഞു. ഇനി അവരിതിനെ സ്വാഭാവികമായിട്ട് പിന്തുണയ്ക്കില്ല. അപ്പോൾ BJPക്കെതിരെ കൊണ്ടുവന്നിരുന്ന ഒരു ആരോപണം കൂട്ടത്തിലുള്ളവർ തന്നെ പൊളിച്ചു. ഇപ്പോൾ ഇതാ രണ്ടാമത് സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി വേണം എന്നുള്ള തരത്തിലുള്ള മുറവിളി കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് ഉയർന്നു വരുന്നു. സ്വന്തം അളിയൻ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് എത്രത്തോളം രാഹുൽ ഗാന്ധിക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.